നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുഭദിനത്തിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ മൂലം നക്ഷത്രത്തിന് ഈ വിഷു മുതൽ അടുത്ത 12 മാസക്കാലത്തേക്ക് എന്തൊക്കെ ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത് തുടങ്ങിയ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവച്ചത്. ഈ വീഡിയോയിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ വിഷു മുതൽ വരുന്ന 12 മാസം മലയാള 12 മാസക്കാലത്ത് എന്തൊക്കെ അനുഭവത്തിൽ വരും, എന്തൊക്കെ നേട്ടങ്ങൾ വരും, എന്തൊക്കെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും, അതിന് എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് വിശദമാക്കുന്നത്. ശുക്രൻ ഭരണാധിപനായ ഒരു നക്ഷത്രമാണ്, ധനു രാശിയിലാണ് പൂരാടം നക്ഷത്രമുള്ളത്. അപരാജിതർ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ കഴിയാത്തവർ എന്നാണ് ഈ നക്ഷത്രത്തിൻ്റെ സത്ത. അസാമാന്യമായ ആത്മവിശ്വാസം പൊതുവെ കൈമുതലാക്കിയവരാണ് പൂരാടം നക്ഷത്രക്കാർ. ഏത് വലിയ പ്രതിസന്ധിയെയും തടസ്സത്തെയും തകർത്ത് മുന്നേറാനുള്ള ഇവരുടെ മനക്കരുത്ത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. പ്രതിസന്ധികളിലൊന്നും തളരാതെ ലക്ഷ്യത്തിലെത്താൻ ഇവർ കാണിക്കുന്ന വീര്യം മറ്റുള്ളവരും കൂടി കണ്ടുപഠിക്കേണ്ടതാണ്. ആകർഷകമായ വ്യക്തിത്വമാണ് ഇവർക്കുള്ളത്. നക്ഷത്രാധിപൻ ശുക്രനായതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സൗന്ദര്യവും ആകർഷകമായ പെരുമാറ്റ ശൈലിയും ഉണ്ടാകും. കലാസാഹിത്യം, സംഗീതം എന്നിവയിൽ ഈ മേഖലകളിൽ ഇവർക്ക് സ്വാഭാവികമായ താല്പര്യവും കഴിവുമൊക്കെയുണ്ട്. ആളുകളെ ആകർഷിക്കുവാനും സദസ്സുകളിൽ തിളങ്ങുവാനുമൊക്കെ ഇവർക്ക് പ്രത്യേക കഴിവുകൾ തന്നെയാണ്. നല്ല വാക്ചാതുരിയുള്ള വ്യക്തികളാണ് ഈ പൂരാടം നക്ഷത്രക്കാർ. തങ്ങളുടെ അഭിപ്രായങ്ങൾ മനോഹരമായി അവതരിപ്പിക്കുവാൻ ഇവർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ വാദപ്രതിവാദങ്ങളിൽ ഇവരെ തോൽപ്പിക്കുക അല്പം പ്രയാസമുള്ള കാര്യമാണ്. പലപ്പോഴും അഭിഭാഷകർ, പ്രഭാഷകർ, അധ്യാപകർ തുടങ്ങിയ നിലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയുകയും ചെയ്യും. അല്പം പരോപകാര താല്പര്യമൊക്കെ കാണിക്കുന്നവരാണ്. അതിലവർക്ക് വളരെ സന്തോഷവും ആത്മസംതൃപ്തിയുമൊക്കെ ലഭിക്കും. പക്ഷേ ചില സമയങ്ങളിൽ നിലവിട്ട പരോപകാര പ്രവണത കൊണ്ട് ചില പണികളും വാങ്ങിയെടുക്കാറുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഇവർക്ക് പലപ്പോഴുമുണ്ട്. അതാണ് ഇവരുടെ സ്വഭാവത്തിലെ പ്രധാനമായ ഒരു പോരായ്മ. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന സ്വഭാവം പലപ്പോഴും പ്രകടിപ്പിക്കും. സ്വന്തം അഭിപ്രായം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇവരുടെ കൂടെ അധിക നാളൊന്നും പലർക്കും തുടർന്നു പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവത്തിലെ ഈ ഏറ്റക്കുറച്ചിലുകൾ, പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കാൻ തയ്യാറുള്ള വ്യക്തികളായിരിക്കണം. ഇവരുടെ അഭിപ്രായം അതാണ് ശരി, അത് കൃത്യമായി മറ്റുള്ളവർ പാലിക്കണമെന്ന് നിഷ്കർഷിക്കാൻ പൊതുവെ ഇവർക്കൊരു പ്രവണതയുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ്, ആഡംബരപ്രിയരാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പൂരാടം നക്ഷത്രക്കാരെ പറ്റി പറയേണ്ടി വരും. ഇവർക്ക് അതിശയകരമായ മുന്നേറ്റങ്ങളുടെ വർഷമാണ് ഈ വിഷുവിന് ശേഷമുള്ള അടുത്ത വിഷു വരെയുള്ള 12 മലയാള മാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. ശുക്രൻ നക്ഷത്രാധിപനായ പൂരാടംകാർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി ജൂണിന് ശേഷം ഭാഗ്യസ്ഥാനത്തേക്ക് വരികയും എല്ലാ പ്രതിസന്ധികളെയും നിഷ്പ്രയാസം മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും കഴിയും. ധനനേട്ടം സംഭവിക്കുന്ന ഒരു വിഷു വർഷമാണ്. ആഡംബര വസ്തുക്കൾ സമ്പാദിക്കുവാനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാനും സാധിക്കും. സാമ്പത്തികമായി കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ പുരോഗതി തന്നെ ഈ കാലത്ത്, ഈ 12 മാസങ്ങളിൽ സംഭവിക്കും. സ്വപ്നം കണ്ടിരുന്ന വീട് പണി പൂർത്തിയാക്കുവാൻ സാധിക്കുന്ന വർഷം, വാഹന സൗഭാഗ്യം ലഭിക്കുന്ന വർഷം, വിവാഹ കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകും. പ്രണയിക്കുന്നവർക്ക് വിവാഹത്തിൽ കലാശിക്കുവാൻ സാധ്യതയുള്ള വർഷം. അങ്ങനെ ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു നല്ല വർഷം. അപ്പോൾ മേടമാസം എങ്ങനെയാണ് എന്നാണ് ആദ്യം നോക്കുന്നത്. മേടമാസം എന്നത് ഏപ്രിൽ മാസത്തിൻ്റെ പാതി മുതൽ മെയ് മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ്. വർഷത്തിൻ്റെ തുടക്കം സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. വരവുണ്ടാകും, പക്ഷേ ചെലവുകൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ അനാവശ്യമായി നിങ്ങൾ പണം ധൂർത്തടിക്കാതിരിക്കുവാൻ ശ്രമിക്കണം. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കേണ്ട ഒരു മാസമാണ്. കാരണം വരുന്നത് മുഴുവൻ ചിലവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതിയും ലഭിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് വലിയൊരു സ്ഥാനത്തിലേക്ക് പോകേണ്ടി വരും. കൂടുതൽ ജോലി ഏറ്റെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും മുകളിലേക്ക് ഒരു പൊസിഷനിൽ എത്തും എന്നുകൂടി അതിനർത്ഥമുണ്ട്. ചുറ്റും നിൽക്കുന്നവരുടെ, സഹപ്രവർത്തകരുടെയൊക്കെ പിന്തുണയും പ്രീതിയുമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യകാര്യത്തിൽ മേടമാസത്തിൽ ശ്രദ്ധിക്കണം. അസ്ഥിസംബന്ധമായ വേദനകൾ വരാം. ചെറിയ വീഴ്ചകളോ വല്ലതും ഒക്കെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്.
അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. പൊതുവെ മേടമാസം മറ്റ് പ്രശ്നങ്ങളൊന്നും വലുതായിട്ടില്ല. സാമ്പത്തികപരമായ കാര്യം, ആരോഗ്യത്തിൻ്റെ കാര്യം, ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇടവമാസം മെയ് മാസത്തിൻ്റെ പാതി മുതൽ ജൂൺ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ഇടവമാസം. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു മാസമാണ്. നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ചിത്രരചനയിലോ സംഗീതത്തിലോ നൃത്തത്തിലോ വാദ്യമേളങ്ങളിലോ സിനിമ നാടക രംഗങ്ങളിലോ എന്തിലായാലും ശരി, നിങ്ങൾ അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻകാല പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്ന മാസമാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ധനപരമായ ലാഭങ്ങൾ ലഭിച്ചു തുടങ്ങുവാൻ സാധ്യതയുണ്ട്. കിട്ടാതിരുന്ന പണം, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അർഹമായ പണം കിട്ടാതെ കുടുങ്ങിക്കിടന്നിരുന്നെങ്കിൽ അത് ലഭിക്കുവാൻ കൂടി സാധ്യതയുള്ളതാണ് ഈ ഇടവമാസം. ഗൃഹാലങ്കാര വസ്തുക്കൾ വാങ്ങുവാനായി പണം ചെലവിടും. വീട്ടിൽ അല്പം ആഡംബരമൊക്കെ ആകാം എന്ന് കണക്കാക്കുന്ന ഒരു മാസമാണ് ഇടവമാസം. വിദ്യാഭ്യാസപരമായിട്ട് ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്നവർക്ക് മികച്ച റിസൾട്ടുകൾ മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ വിചാരിക്കുന്ന സ്ഥലത്തൊരു അഡ്മിഷനോ സ്കോളർഷിപ്പോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനായി മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടത്തേക്കുള്ള യാത്രയ്ക്ക് അംഗീകാരമോ അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ പെട്ടെന്ന് നടക്കുകയോ ഒക്കെ ചെയ്യും. വിദ്യാഭ്യാസപരമായിട്ട് ഇടവമാസം വളരെ നല്ല ഒരു സമയം തന്നെയാണ്. ഇനി മിഥുന മാസമാണ്. ജൂൺ മാസത്തിൻ്റെ പാതി മുതൽ ജൂലൈയുടെ പാതി വരെ ഉള്ള ഇംഗ്ലീഷ് മാസമാണ് ഈ മിഥുന മാസത്തിൽ ഉൾപ്പെടുന്നത്. വളരെ വലിയ നേട്ടങ്ങളുടെ ഒരു സമയമാണ് ഈ മിഥുന മാസത്തിൽ സംഭവിക്കുന്നത്. കാരണം ജൂൺ 2 വ്യാഴം മാറുകയാണ്. വ്യാഴമാറ്റത്തോടുകൂടി വരുമാനത്തിൽ വലിയ വർധനവ് ലഭിക്കും. അപ്രതീക്ഷിതമായ ധനസമ്പാദനത്തിന് യോഗം അപ്പോഴുണ്ടാകും. ലോട്ടറി അല്ലെങ്കിൽ ചിട്ടി, മ്യൂച്വൽ ഫണ്ടുകൾ മെച്ചറാവുക, അങ്ങനെയുള്ള പണം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. സമ്മാന പദ്ധതികളിൽ നിന്നെല്ലാം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി എന്നത് വെറും സൂചിക മാത്രമാണ്. അനാവശ്യമായി നിങ്ങൾ ലോട്ടറി എടുത്ത് പണം കളയരുത്. നല്ല സമയമാണ്. അതിനുള്ള യോഗം നിങ്ങൾക്ക് ജാതകവശാൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്താലും അടിക്കും. നല്ല ഭാഗ്യങ്ങൾ വരുന്ന ഒരു സമയമാണ്. സമ്മാന പദ്ധതികളിലെല്ലാം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ ആ വഴിയിലേക്ക് ഒരിക്കലും ചെലവഴിക്കരുത്. അതിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. നമുക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണെങ്കിൽ അർഹമായത് ഒരു ശ്രമം നടത്തിയാൽ, ചെറിയ ഒരു ശ്രമം നടത്തിയാൽ പോലും ലഭിക്കും. അങ്ങനെ ലോട്ടറി അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്ത് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് വലിയ സമ്മാന പദ്ധതികൾ വേറെ ഉണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നേട്ടങ്ങൾ ഈ ജൂൺ മാസത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും എന്നുകൂടി കരുതുക. വിവാഹപരമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി വിവാഹ നിശ്ചയം നടക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കേസുകളോ തർക്കങ്ങളോ കോടതികളിലോ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതുമായി എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അനുകൂലമായി ആ തർക്കങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ്. അനുകൂലമായ വിധി അല്ലെങ്കിൽ രമ്യമായ ഒരു ഒത്തുതീർപ്പ്, ആ ഒത്തുതീർപ്പ് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അങ്ങനെയൊക്കെ സാധ്യതയുള്ള ഒരു മാസമാണ് മിഥുന മാസം. കർക്കിടക മാസം എങ്ങനെയാണ് എന്ന് ഇനി നോക്കാം. ജൂലൈ മാസത്തിൻ്റെ പാതി മുതൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി വരെയുള്ള കാലഘട്ടമാണ് കർക്കിടക മാസം. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ ഭൂമി വാങ്ങുവാനോ പുതിയ വീട് പണി ആരംഭിക്കുവാനോ അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന പണി പുനരാരംഭിക്കുവാനോ, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ നിർത്തിയിട്ടിരുന്ന പണി പുനരാരംഭിക്കുവാനോ ഒക്കെ ഈ കർക്കിടക മാസത്തിൽ സാധിക്കും. അതിനുള്ള യോഗമുണ്ട്. ജോലി സ്ഥാനക്കയറ്റത്തിനും സാധ്യതയുണ്ട്. അത് ഗവൺമെൻറ് സെക്ടർ എന്നല്ല, പ്രൈവറ്റ് സെക്ടറായാലും സാധിക്കും. ചെറിയ ജോലിയിൽ നിന്നും വലിയൊരു ജോലിയിലേക്കുള്ള സ്ഥാനക്കയറ്റം, അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് വലിയ ബിസിനസ്സുകൾ, അല്ലെങ്കിൽ ആ ബിസിനസ് കുറേ കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. ചെറിയ തൊഴിൽ ചെയ്യുന്ന ഒരാളിന് കുറച്ചുകൂടി വലിയ ഒരു തൊഴിൽ മേഖലയിൽ എത്തിപ്പെടാനുള്ള സാഹചര്യം. അങ്ങനെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉയർച്ച സാധ്യമാകും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കും. വാഹനങ്ങളുടെ ക്രയവിക്രയത്തിൽ ലാഭം, അതായത് നിങ്ങൾക്കൊരു വാഹനമുണ്ടെങ്കിൽ അത് വിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വിലയ്ക്കത് വിറ്റുപോകും. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാഹനം നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞ ലാഭകരമായ വിലയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അപ്പോഴും നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് കർക്കിടക മാസം. ചിങ്ങമാസമാണ് അടുത്ത് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി മുതൽ സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്.
പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ ചിങ്ങമാസം. ധനപരമായി നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നോ തൊഴിലിടങ്ങളിൽ നിന്നോ പ്രവർത്തികളിൽ നിന്നോ ഒക്കെ, നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ ലാഭം ലഭിക്കുന്ന ഒരു മാസമാണ് ഈ ചിങ്ങമാസം. സാമ്പത്തികപരമായി കടബാധ്യതകൾ ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും. അതിനുള്ള വരുമാനം നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഔദ്യോഗിക രംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. സാമ്പത്തികപരമായി മുൻകാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കുരുക്കുകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്നെല്ലാം കരകയറാനായിട്ട് അനുകൂലമായൊരു മാസം കൂടിയാണ് ഈ ചിങ്ങമാസം. പിതാവിൻ്റെ ആരോഗ്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുടുംബത്തിൽ അത്തരം ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. പിതാവിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ ഏർപ്പാടാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി കന്നിമാസം എങ്ങനെയാണ് എന്ന് നോക്കാം. സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി മുതൽ ഒക്ടോബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ഈ കന്നിമാസം. ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസമാണ് ഈ കന്നിമാസം. പുതിയൊരു ലക്ഷറി വാഹനം വാങ്ങുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ളൊരു യോഗം ഉണ്ട്. നല്ല ഒരു അടിപൊളി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ സ്വരച്ചേർച്ചയില്ലായ്മയോ ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അസ്വസ്ഥതകളൊക്കെ മാറി നല്ല ഐക്യം കുടുംബത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. മക്കളുടെ കാര്യത്തിൽ ശുഭവാർത്തകൾ, അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലിയുമായിട്ടോ വിവാഹമായിട്ടോ അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ കേൾക്കുവാനും അത് അനുഭവിച്ച് സന്തോഷിക്കുവാനും നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ യോഗമുണ്ട്. വിദ്യാഭ്യാസപരമായി ഉന്നത പഠനത്തിനായി സ്കോളർഷിപ്പുകൾ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും കൂടി സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനായി മറ്റു സ്ഥലങ്ങളിലേക്ക്, അത് സ്റ്റേറ്റിന് പുറത്തോ രാജ്യത്തിന് പുറത്തോ പോകുവാൻ തയ്യാറെടുക്കുന്നവർക്കും അതിന് സാധ്യമാകുന്ന ഒരു സമയമാണ് കന്നിമാസം. തുലാമാസം എങ്ങനെയാണ് എന്നാണ് അടുത്തതായി നോക്കുന്നത്. യാത്രകൾ കൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന മാസമാണ് തുലാമാസം. ഒക്ടോബർ മാസത്തിൻ്റെ പാതി മുതൽ നവംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള കാലഘട്ടമാണ് സാമ്പത്തികപരമായി നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. അത് നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. തൊഴിൽപരമായി നിങ്ങൾക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടാവും, സാമ്പത്തിക ഉന്നതി ഉണ്ടാവും തുലാമാസത്തിൽ. പക്ഷേ പണമിടപാടുകളിൽ നിങ്ങൾ ജാഗ്രത കാണിക്കണം. മറ്റാർക്കും വേണ്ടി സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ജാമ്യം നിൽക്കരുത്. രേഖകളിൽ ഒപ്പിട്ട് കൊടുക്കരുത്. തുകയെഴുതാത്ത ചെക്കുകൾ ആർക്കും നൽകരുത്. അനാവശ്യമായ ഒരു സാമ്പത്തിക ഇടപാടുകളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി വ്യക്തതയില്ലാത്ത ഒരു സാമ്പത്തിക ഇടപാടിനും നിങ്ങൾ ഇറങ്ങരുത്. അത് നിങ്ങൾക്ക് ഈ സമയത്ത് ദോഷം ചെയ്യും. നിയമപരമായ ഒരുപാട് കുരുക്കുകളിൽ നിങ്ങൾ പെടുവാനും മാനസികമായി വളരെ വലിയ സംഘർഷം, മാനസിക സംഘർഷം, മനോവിഷമങ്ങൾ നേരിടേണ്ടിയും വരും. അതുകൊണ്ട് ഇക്കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. തുലാമാസം, അതായത് ഒക്ടോബറിൻ്റെ പാതി മുതൽ നവംബറിൻ്റെ പാതി വരെയുള്ള സമയത്ത് സാമ്പത്തികപരമായ ഇടപാടുകൾ, അത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു പർച്ചേസിങ് ഓർഡറിന് കൊടുക്കുന്ന അഡ്വാൻസ് പോലും അങ്ങനെ ആകും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ, അല്ലെങ്കിൽ വീടിൻ്റെ പണി ചെയ്യുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാഹനം വാങ്ങുവാനോ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ പണം കൊടുക്കുകയാണെങ്കിലും അത് കൊടുത്തു എന്നുള്ളതിന് കൃത്യമായ രേഖ വാങ്ങി മാത്രമേ കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ആ പണം നിങ്ങൾക്ക് ആ കാര്യവും നടക്കില്ല. ആ പണം തിരികെ വാങ്ങുവാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ മനോവിഷമം അനുഭവിച്ച് കേസും പ്രശ്നവും ഒക്കെ ആയി നടക്കേണ്ട ഒരു ഗതികേട് വരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ യാത്രകൾ നിങ്ങൾക്ക് ലാഭകരമായിരിക്കുമെന്ന് ആദ്യമേ പറഞ്ഞു. അത്തരം യാത്രകളിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും, സാമ്പത്തിക ലാഭങ്ങളുണ്ടാകും, പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ആ യാത്രകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും കഴിയും. വീട്ടിൽ അതിഥികൾ വരാനും ആഘോഷങ്ങളൊക്കെ നടക്കുവാനും സാധ്യതയുണ്ട്. കുറേ കാലമായി നിങ്ങളെ കാണാതിരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ തേടി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരികയും അതൊരു ആഘോഷകരമായ കാര്യമായി നടക്കുവാനുമൊക്കെ സാധ്യതയുള്ള സമയം കൂടിയാണ് തുലാമാസം. ഇനി വൃശ്ചിക മാസത്തെ പറ്റിയാണ്. നവംബറിൻ്റെ പാതി മുതൽ ഡിസംബറിൻ്റെ പാതി വരെയുള്ള സമയമാണ് വൃശ്ചിക മാസം. കർമ്മരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു മാസമാണ്. നിങ്ങൾക്ക് നന്നായി പണിയെടുക്കുവാൻ കഴിയും. നിങ്ങളുടെ കർമ്മമേഖല അത് ഏതായാലും ശരി, ഔദ്യോഗിക രംഗമോ സ്വയം സംരംഭമോ ബിസിനസ്സോ എന്തായാലും ശരി തന്നെ, നിങ്ങൾ
ധനമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന ആ മേഖലയിൽ നിന്നും ധാരാളം ധനം നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങൾക്കവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ളൊരു ഊർജം ലഭിക്കുന്ന മാസമാണ്. നിങ്ങളുടെ ആ മികച്ച പ്രകടനത്തിൻ്റെ ഫലമായി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ധനപരമായി നേട്ടമുണ്ടാകുന്ന മാസമാണ് വൃശ്ചിക മാസം. സാമ്പത്തികമായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ പദ്ധതികളിൽ നിന്നും നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയം കൂടിയാണ് വൃശ്ചിക മാസം. സ്വത്ത് സംബന്ധമായി നിങ്ങൾക്ക് ആരെങ്കിലുമായി എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അത് പൂർവിക സ്വത്തോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ടിരുന്ന എന്തെങ്കിലും വസ്തുവകകളുമായി മറ്റാർക്കെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ്. ശത്രു ശല്യം കുറച്ചുണ്ടാകുന്ന ഒരു സമയമാണ്. അത് നിങ്ങളൊന്ന് കരുതിയിരിക്കുക. അസൂയാലുക്കളെയും ശത്രുക്കളെയും കരുതിയിരിക്കേണ്ട ഒരു മാസം കൂടിയാണ് വൃശ്ചികം എന്ന് പറയുന്നു. കാരണം നിങ്ങളുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികപരമായ ഉന്നതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മാനസികമായി തോന്നുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാക്കി തരാൻ സാധ്യതയുണ്ട്. അവർ പാരവയ്ക്കും. നിങ്ങളുടെ സമാധാനപരമായ മുന്നേറ്റങ്ങൾക്ക് തുരങ്കം വയ്ക്കപ്പെടുവാൻ സാധ്യത കൂടുതലുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ട് മറ്റുള്ളവരെ ശത്രുക്കളാക്കാതിരിക്കാൻ എല്ലാവരോടും ഒരു സമന്വയ സമീപനം കൈക്കൊള്ളുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. അനാവശ്യമായി മറ്റുള്ളവരെ വെറുപ്പിക്കാൻ എന്തായാലും കുറച്ച് ശത്രുക്കളുണ്ടാവും. എങ്കിലും നമ്മളായി കുറേ പേരെ കൂടി വെറുപ്പിച്ച് അവരുടെ എണ്ണം കൂട്ടാതിരിക്കുവാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഇനി ധനുമാസത്തെ പറ്റിയാണ്. ഡിസംബർ മാസത്തിൻ്റെ പാതി മുതൽ 2026 ഡിസംബർ മാസത്തിൻ്റെ പാതി മുതൽ 2027 ജനുവരിയുടെ പാതി വരെയുള്ള സമയമാണ് ധനുമാസത്തിൽ വരുന്നത്. പൂരാട നക്ഷത്രക്കാരുടെ ജന്മരാശിയായതിനാൽ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ മനോവീര്യം കൂടുന്ന ഒരു മാസമാണ് ധനുമാസം. ദീർഘകാലമായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അത് സഫലമാകും. അത് എന്ത് തന്നെ ആയാലും ശരി തന്നെ, നിങ്ങൾ ആ കാര്യം നടന്നു കിട്ടണമെന്ന് ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരുന്ന ആ കാര്യം അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കാം. അതെന്തായാലും അത് സാധിക്കാനുള്ള യോഗം തീർച്ചയായും ധനുമാസത്തിലുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർ ദൂരയാത്രകൾക്കായി പുതിയ വാഹനം ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഒരു പുതിയ വാഹനം സ്വന്തമാക്കുക എന്ന സ്വപ്നം കൂടി ധനുമാസത്തിൽ സാക്ഷാത്കരിക്കപ്പെടും. പ്രണയ വിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതം ലഭിക്കും. പ്രണയിക്കുന്നവർ വിവാഹം കഴിക്കുക എന്ന തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് കാര്യങ്ങൾ വീട്ടുകാരെ ബോധ്യപ്പെടുത്തുവാനും അവരുടെ സമ്മതത്തോടു കൂടി ആ വിവാഹം സഫലീകരിക്കുവാനും സാധിക്കുന്ന മാസം കൂടിയാണ് ധനുമാസം. ഇനി മകരമാസത്തെ പറ്റിയാണ്. ജനുവരി 2027 ജനുവരിയുടെ പാതി മുതൽ ഫെബ്രുവരിയുടെ പാതി വരെയുള്ള സമയമാണ് മകരമാസം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രൊഫഷണൽ രംഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് വലിയ അംഗീകാരങ്ങൾ, പുതിയ ബിസിനസ് കോൺട്രാക്റ്റുകൾ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. പ്രൊഫഷണൽ രംഗത്ത് വലിയ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയിൽ വലിയ അംഗീകാരങ്ങൾ, പുതിയ അവസരങ്ങൾ, പുതിയ ബിസിനസ് കോൺട്രാക്റ്റുകൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നല്ല കമ്പനികളുമായി അല്ലെങ്കിൽ നല്ല സ്ഥാപനങ്ങളുമായി വലിയ വ്യക്തികളുമായൊക്കെ നിങ്ങൾക്ക് ഉടമ്പടികളിൽ ഒപ്പുവെക്കാൻ കഴിയും. അത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ, വലിയ ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് വിജയകരമായി തന്നെ പൂർത്തീകരിക്കുവാനും സാധിക്കും. വരുമാന സ്രോതസ്സുകൾ തന്മൂലം തന്നെ വർദ്ധിക്കും. മകരമാസത്തിൽ വരുമാന സ്രോതസ്സ് തീർച്ചയായും വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങളുടെ ഈ കർമ്മരംഗത്തെ മുന്നേറ്റം അതിന് തീർച്ചയായും ഒരു ആക്കം കൂട്ടുന്ന സമയമാണ്. അതുകൊണ്ടാണ് കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കും എന്ന് ആദ്യം തന്നെ പറഞ്ഞത്. ധനപരമായിട്ട് മകരമാസം വളരെ നല്ല ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉജ്ജ്വല വിജയം സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. കുംഭമാസമാണ് ഇനി നോക്കുന്നത്. ഫെബ്രുവരി മാസത്തിൻ്റെ പാതി മുതൽ മാർച്ച് മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് കുംഭമാസം. ചെറിയ ചില തടസ്സങ്ങൾ നേരിടും. കാര്യങ്ങളൊക്കെ ഒന്ന് മന്ദഗതിയിലാവും. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് പൂർത്തീകരിക്കാൻ കഴിയില്ല. എങ്കിലും നിങ്ങൾ ഇറങ്ങുന്ന എല്ലാ കാര്യവും തീർച്ചയായിട്ടും പൂർത്തീകരിക്കുവാൻ കഴിയും, വിജയകരമായി അവസാനിപ്പിക്കുവാൻ കഴിയും. വൈകും എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പിന്തിരിയാതിരിക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കുവാൻ കഴിയും. കാര്യം വ്യാഴബലം നിങ്ങൾക്ക് തുണയായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ കുംഭമാസം.
രേഖകളിൽ ഒപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് തുലാമാസത്തിലും പറഞ്ഞിട്ടുണ്ട്. രേഖകളിൽ ഒപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വീഴ്ചകൾ സംഭവിക്കാതെ നോക്കണം. നിങ്ങൾ പല കാര്യങ്ങളും ചിലപ്പം ശ്രദ്ധിക്കില്ല. നിങ്ങൾ അത് ഉടമ്പടികൾ ഒപ്പിടുമ്പോൾ നിങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ വിശ്വാസത്തിലെടുത്ത് പല കാര്യങ്ങളും വാക്കാൽ പറഞ്ഞ് രേഖകളിൽ കാണിക്കാതെ ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടവുമൊക്കെ ഉണ്ടാകുവാൻ ഇടയാകും. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. രേഖകളിൽ എപ്പോഴൊപ്പിട്ടാലും അത് രേഖപ്പെടുത്തുന്ന കാര്യമാണ്. അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം തന്നെ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് തന്നെ ഒപ്പിടുക. വാക്കാൽ പറയുന്നത് പിന്നീട് സാഹചര്യങ്ങൾ മാറുമ്പോൾ പലരും വിസ്മരിക്കുകയോ അല്ലെങ്കിൽ അത് പാലിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുകൊണ്ട് രേഖകൾ ഒപ്പിടുമ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. വീട് പുതുക്കി പണിയുവാനോ പെയിൻറ് ചെയ്യുവാനോ അലങ്കാര ആർഭാടങ്ങളൊക്കെ ചെയ്യുവാനോ ഒക്കെ നിങ്ങൾക്ക് പണം ചിലവാകുന്നൊരു മാസമാണ് കുംഭം. ആരോഗ്യപരമായി നിങ്ങളുടെ കണ്ണുകൾക്കോ കാലുകൾക്കോ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. അത് കൃത്യമായി നിങ്ങൾ പരിശോധന നടത്തുക, ചികിത്സ നടത്തി തന്നെ മുന്നോട്ട് പോകണം. ഇനി മീനമാസത്തെ പറ്റിയാണ്. മാർച്ച് മാസത്തിൻ്റെ പാതി മുതൽ ഏപ്രിൽ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മീനമാസം. വർഷാവസാനം സംതൃപ്തിയും ഐശ്വര്യവും നിറഞ്ഞതായിരിക്കും. വർഷാന്ത്യത്തിൽ വലിയൊരു ധനലാഭത്തിന് തന്നെ സാധ്യതയുള്ള സമയമാണ്. മീനമാസത്തിലും സാമ്പത്തിക ഭദ്രത തീർച്ചയായിട്ടും ഉണ്ടാകും. പൊതുവെ ഈ 12 മാസങ്ങളിലും നിങ്ങൾക്ക് ധനപരമായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില മാസങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നിങ്ങൾ അനാവശ്യമായി പണം കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ ചെലവിടാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ നിങ്ങളുടെ കർമ്മരംഗം പൊതുവെ നല്ല നിലയിലായിരിക്കും. ചില മാസങ്ങളിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും വൈകിപ്പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ